ഹായ് ഫ്രണ്ട്സ്, ബട്ടർ സ്കോച്ച് കേക്കിൽ വരുന്ന കസ്റ്റമൈസ്ഡ് തീം കേക്ക് നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ്, ഇതെല്ലാം കൂടി ഒരു ബൗളിലോട്ട് നന്നായിട്ട് അരിച്ചതിന് ശേഷം വേറൊരു ബൗളിലോട്ടാക്കിയിട്ട് അത് അരിച്ച് നന്നായി അതിൻ്റെ ആ ഒരു കട്ടകളൊക്കെ മാറ്റിയിട്ട് നീക്കി വയ്ക്കുക. അതാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ്. അതിനുശേഷം നമ്മളിത് പഞ്ചസാര 3/4 കപ്പ് പൊടിച്ചെടുത്തു. അതിനുശേഷം 4 മുട്ടയാണ് നമുക്ക് കേക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ ആ 4 എഗ്ഗ് എടുത്തിട്ട് ആ എഗ്ഗിൻ്റെ ഒപ്പം തന്നെ നമ്മൾ 1 ടീസ്പൂൺ വാനില എസൻസ് അതിൻ്റെ കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടത് ബ്ലെൻഡ് ചെയ്തെടുത്തു. പിന്നെ ബട്ടർ സ്കോച്ച് കേക്ക് ആയതുകൊണ്ട് ചെറുതായിട്ടൊരു ലെമൺ യെല്ലോ കളറും കൂടി 1 ഡ്രോപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഈ ഒരു എഗ്ഗ് ബീറ്റ് ചെയ്യണ സമയത്ത് നമ്മൾ വാനില എസൻസ് തുടക്കത്തിലേ ഒഴിച്ചാലാണ് അതിൻ്റെ ഒരു മണം പോയി കിട്ടുള്ളൂ. അങ്ങനെ നന്നായിട്ട് പതഞ്ഞ് വരുമ്പോൾ തന്നെ നമ്മൾ പഞ്ചസാര പൊടിച്ചത് എടുത്ത് അതിലേക്ക് മിക്സ് ചെയ്തിട്ട് വീണ്ടും ബീറ്ററും കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒന്ന് ഓഫാക്കിയതിന് ശേഷം നമ്മൾ ഓയിൽ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുക. പിന്നെ അതിനുശേഷം ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആക്കി കൊടുത്തു. ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഒരു ബാറ്റർ. നമുക്ക് റെഡി ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ കേക്ക് ട്രേ ഇതാണ് എടുത്തേക്കുന്നത്. 6 ഇഞ്ചിൻ്റെ 2 ട്രേ ടയർ കേക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ വേറെ സെപ്പറേറ്റ് ഓയിലൊന്നും എടുക്കണ്ട. ആ നേരത്തെ എടുത്ത് വെച്ച ഓയിലിൻ്റെ ആ പാത്രത്തിൽ നിന്ന് ഒന്ന് ബ്രഷ് കൊണ്ട് നമ്മളൊന്ന് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തു. അതിന് ശേഷം ഇതേ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ്. 2 ട്രേയിലോട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്തിടുക. അതിൻ്റെ എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ ഓവൻ പ്രീ ഹീറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലോട്ട് നമ്മളിത് കയറ്റി വെച്ചതിന് ശേഷം 150 ഡിഗ്രിയിൽ 35 മിനിറ്റ് നേരമായിട്ട് നമ്മൾ ടൈം കൊടുക്കണത്. പിന്നെ നമ്മൾ ആ ഒരു കേക്ക് ബേക്ക് ആവുന്ന ടൈമിൽ നമ്മൾ ഷുഗർ സിറപ്പ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് 1 കപ്പ് വെള്ളത്തിലോട്ട് 1/2 കപ്പ് പഞ്ചസാര അതിലോട്ട് ചെറുതായിട്ട് ഉപ്പും വെച്ചിട്ട് നന്നായി തിളപ്പിക്കാൻ വെക്കുക. അതിനുശേഷം നമ്മളിത് ക്രീം ആക്കി കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് ക്രീമാണ് ഇതിനെടുത്തത്. ക്രീം ഇതുപോലെ ആയി. അതിനുശേഷം നമ്മൾ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും കേക്ക് പ്രിപ്പയർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കേക്ക് ചൂടാറാനായിട്ട് അതിൽ നിന്ന് ഡീമോൾഡ് ചെയ്തെടുത്തിട്ട് കേക്ക് ചൂടാറാനായിട്ട് വെച്ചത് ഇത്രയും കട്ടിയായിട്ട് തന്നെ നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു കേക്കിന് നമുക്ക് 3 ലെയർ കിട്ടും. അപ്പോൾ മൊത്തം 6 ലെയറാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളിത് പിന്നെ ഇതിൽ ക്യാരമലൈസ്ഡ് ആയിട്ട് ചെയ്ത് വെച്ചേക്കുന്ന നട്ട്സും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതൊന്ന് ക്രഷ് ചെയ്ത് വെച്ചു. പിന്നെ നമ്മൾ കേക്കിൻ്റെ പണി തുടങ്ങുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ ബോർഡ് വെച്ചതിന് ശേഷം കുറച്ച് ക്രീമാക്കി കൊടുത്തു. ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തു. അതിൻ്റെ മീതെ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. കുറച്ച് ക്രീമാക്കി കൊടുത്തു. അതിൻ്റെ മീതെയായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ ക്രഷ്ഡ് ആയിട്ടുള്ള നട്ട്സ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും പിന്നെ ചോക്ലേറ്റ് നട്ട്സ് ഇട്ട് കൊടുത്തിരുന്നു, ചോക്ലേറ്റ് ചിപ്സ്. അതിന് മീതെ നമ്മൾ സെക്കൻഡ് ലെയർ വെച്ചു. വീണ്ടും ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. വീണ്ടും അതിൻ്റെ മീതെ ക്രീമാക്കി കൊടുത്തതിന് ശേഷം ക്യാരമലൈസ് ചെയ്ത നട്ട്സ് വീണ്ടും ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ വീണ്ടും ആ ഒരു പ്രോസസ്സിങ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യണത് 6 ലെയർ വെക്കുന്തോറും. അങ്ങനെ നമ്മൾ കേക്കിൻ്റെ ആ ഒരു 6 ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം ക്രീം കൊണ്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ പാലറ്റ് നൈഫ് കൊണ്ട് ഒന്ന് ആക്കി കൊടുക്കണം. അതായത് അതിൻ്റെ ക്രം കോട്ടിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇത് വീണ്ടും വീണ്ടും നമ്മൾ റിപ്പീറ്റേഷൻ പറയണില്ല, കാരണം എല്ലാ കേക്കിലും നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ 6 ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ പാലറ്റ് നൈഫ് കൊണ്ട് ജസ്റ്റ് ഒന്ന് വട്ടം കറക്കിയാൽ തന്നെ അതൊന്ന് സെറ്റായി കിട്ടും. പിന്നെ നമ്മൾ 1 മണിക്കൂർ നേരത്തേക്ക് ഫ്രീസറിൽ വെക്കണം. ഫ്രീസറിൽ നിന്ന് എടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ റെയിൻബോ തീമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3 കളർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിങ്കും അതുപോലെ യെല്ലോയും ബ്ലൂവും. അപ്പോൾ ഈ 3 കളർ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഫിനിഷ് ചെയ്യണത്. അപ്പോൾ ഇതുപോലെ 3 കളറാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പൈപ്പിംഗ് ബാഗിലോട്ട് ഓരോ കളേഴ്സും ആഡ് ചെയ്ത് കൊടുത്തു. ഫസ്റ്റ് യെല്ലോ കളറാണ്, ഇതുപോലെയാണ് കേട്ടോ ഞാൻ ചെയ്യണത്. സെക്കൻഡ് കളർ എന്ന് പറഞ്ഞാൽ പിങ്ക് കളർ, പിന്നെ തേർഡ് കളർ എന്ന് പറഞ്ഞാൽ ബ്ലൂ കളർ. ഇങ്ങനെയായിരുന്നു ചെയ്തത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് തന്നെ റൗണ്ടായിട്ട് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുത്തു. അതിനുശേഷം പാലറ്റ് നൈഫ് കൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ഓടി ചെയ്യുമ്പോൾ തന്നെ നല്ല ഫിനിഷിങ്ങിൽ ഇത് കിട്ടും കേട്ടോ. പിന്നെ എപ്പോഴും നമ്മൾ പാലറ്റ് നൈഫ് നനച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനലായിട്ടുള്ള ഒരു ഐസിങ് ചെയ്തതിൻ്റെ. പിന്നെ നമുക്ക് ഇതുമ്പോൾ ഡെക്കറേഷൻ പരിപാടികളാണ്. ഫസ്റ്റ് നമ്മൾ റെയിൻബോ, ഇത് നമുക്ക് കേക്കിൻ്റെ ബേക്ക് ഷോപ്പിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതുപോലത്തെ റെയിൻബോ നമ്മൾ ഫസ്റ്റ് തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തു. പിന്നെ ബോൾസ്, അതായത് ഗോൾഡൻ ബോൾസും ബ്ലൂ കളർ ബോൾസും ആണ് ഞാനിതുമ്പോൾ വെച്ചത്. ഇത് വെക്കുമ്പോൾ തന്നെ കേക്കിന് നല്ലൊരു ഫിനിഷിങ് ലുക്കിലോട്ട് തന്നെ പോകട്ടെ. നല്ല രസമാണ് അത് കാണാനായിട്ട്. പിന്നെ നമ്മൾ ഇതുപോലെ എങ്ങനെയാണോ മുകളിൽ താഴേക്ക് നന്നായിട്ട് ബോൾസ് അറേഞ്ച് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ സ്റ്റിക്കും വെച്ച് കൊടുത്തതിന് ശേഷം കുട്ടിയുടെ പേര് നമ്മൾ ഫ്രണ്ടിലാക്കി വെച്ച് കൊടുത്തു. നമ്മളത് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, കസ്റ്റമൈസേഷനാണ്. അപ്പോൾ ഇതുപോലെ സിയോൺ എന്നുള്ള പേര് സെറ്റാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ കേക്കൊക്കെ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള ഒരു വീഡിയോ എന്തായാലും കാണണം. അതുപോലെ ഈ ഒരു കേക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയാനും മറക്കരുത്. നമ്മൾ ഏത് രീതിയിലുള്ള
കേക്കാണ് വീഡിയോസൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി നമുക്ക് അതൊരു കമൻറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതും കൂടി പരിഗണിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ കേക്കിൻ്റെ ലുക്ക്. നല്ല റെയിൻബോ തീമിൽ വരുന്ന ബട്ടർ സ്കോച്ച് കേക്കാണ്. അപ്പോൾ ഇഷ്ടമായിട്ടുള്ളവർ കേക്കിൻ്റെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ, പിന്നെ നിങ്ങൾക്ക് അതായത് കേക്ക് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ക്രേസ് ഉള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുന്നതും നല്ലതായിരിക്കും. അപ്പോൾ അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്. പിന്നെ നമ്മൾ ഏറ്റവും അവസാനം കേക്കൊക്കെ സെറ്റാക്കിയിട്ട് ഫൈനൽ ഒരു ഫോട്ടോ പോലെ എടുത്തതാണ് കേട്ടോ അത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബായ്.